ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രാവിലത്തെ തിരക്കിനിടയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ ചില സമയത്തൊക്കെ എളുപ്പത്തിന് വേണ്ടി ബാജിക്കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നല്ലൊരു തേങ്ങയൊക്കെ അരച്ചൊഴിച്ചൊരു കറിയാണിത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ സൈസ് ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിയുന്ന സമയത്ത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു 1/4 ടീസ്പൂണിൽ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിന് നിരപ്പായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിലും ഒന്നും, വലിയ തക്കാളി ആണെങ്കിലും ഒരു പകുതിയും മതിയാവും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുക്കർ അടിച്ച് വെച്ച് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഒന്ന് ചെറുതാക്കിയതിന് ശേഷം നമുക്കിതൊരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മിക്സി ജാറിൽ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, ഇതവിടെ മാറ്റി വെക്കാം. അങ്ങനെ 4 വിസിലൊക്കെ വന്ന് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ തുറക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുക്കർ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഒഴിച്ച് അതിൽ മിക്സി ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ അരച്ചൊഴിക്കുന്ന സമയത്ത് വലിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കറി തിളപ്പിക്കരുത്. അപ്പോൾ അത് പിരിഞ്ഞതുപോലെ ആയിത്തീരും. ഇനി 1 മിനിറ്റ് നേരത്തേക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒന്ന് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ കടുകും ഒരു 5-6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി മൂത്ത ഒരു ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഈ കറിയിലേക്ക് താളിപ്പ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അരിദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉരുളക്കിഴങ്ങ് അടുപ്പത്താക്കുന്ന നേരം കൊണ്ട് ഒരു തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കിയെടുക്കാം. തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മുഷ്പില്ലാതെ കഴിക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ക്യാരറ്റൊക്കെ മുറിച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. എല്ലാവരും ഇനി കുട്ടികളെ സ്കൂളിലേക്ക് അയക്കേണ്ട ഓട്ടപ്പാച്ചിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ഒരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികൾക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.